അടുത്ത ദിവസം രാവിലെ നേരത്തെ തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥനയും മറ്റുമെല്ലാം കഴിഞ്ഞ് അവൾ കോളേജിൽ പോവാനൊരുങ്ങി. ചാരു തിരക്കിട്ട് കുളിക്കുന്നതും മാറ്റുന്നതുമെല്ലാം ദേവ് കിടന്നിടത്ത് നിന്ന് കാണുന്നുണ്ടെങ്കിലും എവിടേക്കാണ് അവൾ പോകുന്നത് എന്നൊന്നും അവൻ ചോദിച്ചില്ല. അവളോട്ട് പറയാനും പോയില്ല. അവൾ ബാഗുമെടുത്ത് വാച്ചിൽ സമയവും നോക്കിക്കൊണ്ട് വേഗം താഴേക്കിറങ്ങി. അമ്മേച്ച, ഞാൻ ഇറങ്ങുവാണ് കേട്ടോ. കോലാലിരിക്കുന്നവരോട് യാത്ര പറഞ്ഞ് അവൾ ധൃതിയിൽ ചെരുപ്പിട്ടു. നീ ഒറ്റക്കാണോ പോകുന്നത്? ദേവ് എവിടെ? അദ്ദേഹം എഴുന്നേറ്റിട്ടില്ല അച്ഛാ. എഴുന്നേറ്റില്ലെന്നോ? അവനിന്ന് ഓഫീസിൽ പോവാനില്ലേ അപ്പോ? നീ എങ്ങനെയാ പോകുന്നത്? അത് ചോദിക്കുമ്പോൾ സരോജിനിയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു നിന്നിരുന്നു. ഞാൻ ബസ്സിന്. നീ ഞങ്ങളെ നാണം കെടുത്താനായിട്ട് ഇറങ്ങി തിരിച്ചതാണോടി? മാളിയേക്കൽ തറവാട്ടിലെ മരുമകൾ ബസ്സിൽ തൂങ്ങിപ്പിടിച്ച് പോകുന്നത് നാട്ടുകാർ കണ്ട അത്രയ്ക്കും അതുപതിച്ചു പോയ ഇവിടെ എന്നല്ലേ അവർ പറയുകയുള്ളൂ. അയ്യോ അമ്മേ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഇതാണ് പറയുന്നത്, അട്ടയെ പിടിച്ച് മെത്തൽ കിടത്തിയ അത് കിടക്കില്ല എന്ന്. അവരുടെ സംസാരം കേട്ട് ചാരുവിന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. സരോജിനി, ഒന്ന് നിർത്തിക്കേ. പ്രഭാകരന്റെ ശബ്ദമുയർന്നു. മോളൊരു 5 മിനിറ്റ് വീട് നിൽക്ക്, ഞാൻ ദേവിനെ വിളിക്കട്ടെ. വേണ്ടച്ചാ, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാവും. അവന്റെ കൂടെ കോളേജിലേക്ക് പോവാൻ അവൾക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ ഇവിടുന്ന് ഒരു വണ്ടിയിൽ കയറി ഡ്രൈവറോട് പറഞ്ഞ അവൻ നിന്നെ കോളേജിന്റെ മുറ്റത്ത് കൊണ്ടുപോയി ഇറക്കി തരും. പക്ഷേ അതല്ലല്ലോ അതിന്റെ മര്യാദ. കല്യാണം കഴിഞ്ഞ ആദ്യമായല്ലേ നീ കോളേജിലേക്ക് പോകുന്നേ? അത് ഭർത്താവിന്റെ കൂടെ തന്നെ പോകണം. പ്രഭാകരൻ ദേവിന്റെ ഫോണിലേക്ക് ഡയൽ ചെയ്തു. പെട്ടെന്ന് തന്നെ റെഡിയായി താഴേക്ക് വരാൻ വേണ്ടി പറഞ്ഞു. എന്തിനാണെന്ന് പോലും ചോദിക്കാതെ 10 മിനിറ്റ് കൊണ്ട് തന്നെ അവൻ താഴെ എത്തി. എന്താച്ചാ, എന്തുപറ്റി? ഓഫീസിൽ എന്തെങ്കിലും എമർജൻസി ഉണ്ടോ? എമർജൻസി ഓഫീസിലല്ല, വീട്ടിൽ തന്നെയാണ്. എനിക്ക് ഇത്രയ്ക്ക് ഉത്തരവാദിത്തമില്ലാതായി പോയത്? പ്രഭാകരന്റെ ചോദ്യം കേട്ട് ദേവിന്റെ മുഖത്ത് സംശയഭാവം ഉണർന്നു. അപ്പോഴാണ് ബാഗും തൂക്കി പിടിച്ച് സ്റ്റെപ്പിൽ ഇറങ്ങി നിൽക്കുന്ന ചാരുവിനെ അവൻ ശ്രദ്ധിക്കുന്നത്. ഈ വീട്ടിലെ മരുമകൾ തിരക്ക് പിടിച്ച ബസ്സിൽ കഷ്ടപ്പെട്ടു വേണോ കോളേജിലേക്കൊക്കെ പോവാൻ? ദേവ് തല ഉയർത്തി ചാരുവിനെ നോക്കി. ഞാനൊന്നും അറിയില്ല എന്ന ഭാവമായിരുന്നു അവളുടെ കണ്ണുകളിൽ. നിന്നോടാണ് ദേവ് ഞാൻ ചോദിച്ചത്. ഇത്രയ്ക്ക് ഉത്തരവാദിത്വ ബോധം ഇല്ലാതായി പോയോ നിനക്ക്? അത് പിന്നെച്ചാ, ഞാൻ ഇറങ്ങിപ്പോയി. അപ്പോ ഇവളിറങ്ങിയത് ഞാൻ കണ്ടില്ല. എന്നെ ഒന്ന് വിളിച്ചാ മതിയായിരുന്നല്ലോ. അവൻ അവളെ നോക്കി സ്നേഹത്തോടെ ചോദിച്ചു. മതി മതി ന്യായീകരിച്ചത്. നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കരുതിയിട്ടാവും അവൾ നിന്നോട് കൊണ്ടാക്കി തരാൻ പറയാത്തത്. അപ്പോ നീ വേണ്ടേ അതൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാൻ. ഇനി ഇത് ആവർത്തിക്കരുത്, കേട്ടല്ലോ? മോൾക്ക് പോവാൻ വൈകുന്നുണ്ടാവും, നീ അവിടെയും കൂട്ടി പോവാൻ നോക്ക്. അച്ഛനോട് എതിർത്ത് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഒട്ടും താല്പര്യമില്ലാതെയാണെങ്കിലും അവൻ അവളെയും കൂട്ടി പോയി. നന്ദുവിനെ വിളിച്ച് എങ്ങനെയാ ഈ കാര്യമൊന്നും അവളെ അറിയിക്കുക എന്നായിരുന്നു ചാരു ചിന്തിച്ചുകൊണ്ടിരുന്നത്. അവളെയും കാത്ത് നന്ദു ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നുണ്ടാവുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അച്ഛന്റെ വായിൽ നിന്നും എന്നെ ചീത്ത കേൾപ്പിക്കാനായിരുന്നോടി കുരിപ്പേനി കെട്ടിയൊരുങ്ങി പോന്നിരുന്നത്? കോളേജിലാക്കാണ് കെട്ടി എന്നുള്ളതെന്ന് വായ തുറന്ന് പറയാൻ വയ്യായിരുന്നോ നിനക്ക്? ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എന്നെ നിങ്ങൾ കൊണ്ടാക്കി തരാൻ വരുമായിരുന്നോ? പറയടോ, വരുമായിരുന്നോന്ന്? ചാരു ഒരു പുരികമുയർത്തി ചോദിച്ചു. അതിനവൻ അവളെ രൂക്ഷമായി നോക്കി ആക്സിലേറ്ററിൽ കാലമർത്തി ചവിട്ടി. ഈശ്വര, എന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണോ? അവൾ സീറ്റിൽ കൈയമർത്തി പിടിച്ചു. എന്താ, മരിക്കാൻ പേടിയുണ്ടോ നിനക്ക്? മരിക്കാൻ കൊതിച്ചൊരു സമയം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പൊ അതില്ല. ഇത്രയും കാലം മറ്റുള്ളവരുടെ സന്തോഷങ്ങൾക്കും സുഖത്തിനു വേണ്ടി മാത്രമേ ഞാൻ ഓരോന്ന് ചെയ്തിട്ടുള്ളൂ. ഇനി എനിക്ക് ജീവിക്കണം. പഠിച്ച് ജോലിയെല്ലാം വാങ്ങി എനിക്ക് വേണ്ടി മാത്രം കുറച്ച് കാലമെങ്കിലും ജീവിക്കണം. അവളുടെ വാക്കുകൾ അവന്റെ കാലുകളെ ആക്സിലേറ്ററിൽ നിന്നും അവൻ അറിയാതെ തന്നെ പിൻവലിപ്പിച്ചു. ചാരു വേഗം അവളെ കാത്തു നിൽക്കേണ്ട എന്ന മെസ്സേജ് വാട്സപ്പ് വഴി നന്ദുവിനെ അറിയിച്ചു. അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ കാർ കോളേജിന്റെ മുന്നിലെത്തി. ചാരു വാതിൽ തുറന്നിറങ്ങിയപാടെ അവളൊന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ കാത്തിരിക്കാൻ തുടങ്ങി. അവൾ ഡോർ ഗ്ലാസിന് മുട്ടുന്നത് കണ്ട് അവൻ ഗ്ലാസ് താഴ്ത്തി. എന്റെ കൂടെ ഒന്ന് പ്രിൻസിപ്പളിനെ കാണാൻ വരുമോ? ഞാനോ? അതും നിന്റെ കൂടെ? ഞാനൊന്നും വരില്ല. അയ്യോ പ്ലീസ്, ഇത്രയും ദിവസത്തിന് ശേഷം ക്ലാസ്സിൽ കയറുന്നതല്ലേ. ഗാർഡിയൻ ഇല്ലാതെ ക്ലാസ്സിൽ ഇരിക്കാൻ സമ്മതിക്കില്ല. ഹോ, അത്രയ്ക്കും അലമ്പാണോ നീ ഇവിടെ? അതുകൊണ്ടൊന്നുമല്ല, ഈ കോളേജിന്റെ റൂളാണത്. എന്ത് കോപ്പായാലും എനിക്ക് നിന്റെ കൂടെ വരാൻ പറ്റില്ല. ഞാൻ പോവുകയാണ്.
ഡോ, താൻ വലിയ ഷോ ഇറക്കല്ലേ? എന്തിനാ പിന്നെ എന്നെയും കൊണ്ട് ഇവിടേക്ക് വന്നത്? ഞാൻ നന്ദുവിനെ എന്റെ ഗാർഡിയനാക്കി കൊണ്ടുവന്ന് പ്രിൻസിയെ കണ്ട് ക്ലാസ്സിൽ കയറാന്ന് വിചാരിച്ചിരുന്നതല്ലേ? ഇയാളെ കൊണ്ട് ഇപ്പൊ അവൾ അവളുടെ കോളേജിലേക്ക് പോയിട്ടുണ്ടാവും. ഞാനിവിടെ സ്ഥിരതാമസമാക്കാനൊന്നും അല്ലല്ലോ ഇയാളെ വിളിക്കുന്നത്. ഒരു 5 മിനിറ്റിന്റെ കാര്യമല്ലേ ഉള്ളൂ. ദി പഴുതാരെ, ഈ ആതിഥേയ മാളികൾക്ക് എന്നോട് ഇത്രയും ശബ്ദമുയർത്തി സംസാരിക്കാൻ എവിടെ നിന്നാണ് എനിക്ക് ധൈര്യം കിട്ടിയത്? നിന്നെ ഇന്ന് ഞാൻ... അവൻ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി അവളുടെ നേർക്ക് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് വന്നു. ഒരാവേശത്തിന് അവൾ അവനോട് അത്രയൊക്കെ പറഞ്ഞെങ്കിലും അവന്റെ വരവ് കണ്ടപ്പോൾ അവളുടെ ഉള്ളു പിടിക്കാൻ തുടങ്ങി. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ നീ ഒന്നുകൂടെ എന്റെ നേരെ ശബ്ദം ഉയർത്തടി. കാറിൽ ചാരി നിൽക്കുന്ന അവളുടെ തലക്ക് മുകളിൽ കൈവച്ച് അവളോട് ചേർന്ന് നിന്നു അവൻ. നിങ്ങൾ എന്തായി ചെയ്യുന്നേ? ഇതേ ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു, ഒന്നങ്ങോട്ട് മാറിക്കേ. ചാരു ചുറ്റിലും നോക്കി. ആളുകൾ ശ്രദ്ധിച്ചാ എനിക്ക് പുല്ലാണ്. നിന്റെ ശരീരത്തിനേക്കാൾ നീളമുള്ള നിന്റെ നാവുണ്ടല്ലോ, അത് ഞാൻ ഇന്ന് പിഴുതെടുക്കും. എന്റെ കൂടെ ഒന്ന് പ്രിൻസിപ്പളിന്റെ അടുത്തേക്ക് വരാൻ പറഞ്ഞതിനാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ അതെ, ഞാൻ എന്തായാലും നിന്റെ കൂടെ വരില്ല. വേണ്ട, ഞാൻ എന്നാ അച്ഛനെ വിളിച്ച് പറഞ്ഞോളാം, അച്ഛൻ പരിഹാരം ഉണ്ടാക്കിക്കോളും. ഓ പിന്നെ, നിന്റെ അച്ഛൻ എനിക്കിട്ട് കുറെ ഉണ്ടാക്കും. എന്റെ അച്ഛനെയല്ല, നിങ്ങളുടെ അച്ഛനെ വിളിക്കുന്ന കാര്യമാ പറഞ്ഞേ. അത് കേട്ടതും അവൻ അവളുടെ അടുത്ത് നിന്നും ഒരടി പുറകിലേക്ക് മാറി നിന്നു. ഡി, കിടന്നല്ലറണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും ക്ലാസ്സിൽ കയറിയേ പറ്റൂ. നിങ്ങൾക്ക് എന്റെ കൂടെ വരാൻ പറ്റില്ല എന്ന് പറയുമ്പോ എനിക്കതിന് വേറൊരു വഴി കണ്ടുപിടിക്കണമല്ലോ. ചാരു ഫോൺ എടുത്തു. കുരിപ്പ്, എന്റെ കഷ്ടകാലത്തിനാ നിന്നെ ഞാൻ എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത്. നീ മനഃപൂർവ്വം എനിക്ക് വഴക്ക് കേൾപ്പിക്കാൻ ഒരുമ്പിട്ട് ഇറങ്ങിയൊക്കെയാണല്ലേ? എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് വഴക്ക് കേട്ടാലും ഇല്ലെങ്കിലും ഒക്കെ എനിക്കെന്താ ഗുണം? ഇതിപ്പോ എന്റെ ആവശ്യമാണ്, അത് സാധിക്കാനേ ഞാൻ നോക്കുന്നുള്ളൂ. നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ പറ, ക്ലാസ് തുടങ്ങാറായി. നടക്ക് കുരിപ്പ് എന്നാല്. ചാരോട്ട് വിജയ് ചിരിയോടെ പ്രിൻസിയുടെ ഓഫീസ് ലക്ഷ്യമാക്കി നടന്നു. അവർ ഒരുമിച്ച് നടക്കുമ്പോ ആ കോളേജിലുള്ള പെൺകുട്ടികളുടെ ഒക്കെ കണ്ണ് ദേവിന്റെ മുകളിലായിരുന്നു. ബ്ലാക്ക് കളർ പാന്റും ബെൽറ്റ് ഇല്ലാതെയും ചെയ്തിട്ടുള്ള നല്ല ബ്രാൻഡഡ് വൈറ്റ് ഷർട്ടും അവന്റെ മുഖത്തിന്റെ ഭംഗി വർദ്ധിപ്പിച്ചിരുന്നു. കൈയഴകായി കറുത്ത വാച്ച് മിന്നുന്നുണ്ട്. ചെറുതായി കാറ്റിൽ തലമുടി ഇളകുമ്പോ അവൻ കൈകൊണ്ടത് പുറകിലേക്കാക്കി. ബ്ലാക്ക് കളറിൽ ഗ്ലാസിങ്ങോടുകൂടെയുള്ള ഷൂയിലുള്ള അവന്റെ ഓരോ ചുവടിലും വരാന്തയിൽ നിൽക്കുന്ന നാരിമണികളുടെ ദൃഷ്ടി അവന്റെ കാൽപാദം മുതൽ ശിരസ് വരെ എത്തി. അവരുടെയൊക്കെ ആ നോട്ടം ദേവ് ശരിക്കും ആസ്വദിക്കുകയായിരുന്നു. അവൻ ക്ലീൻ ഷേവ് ചെയ്തിരിക്കുന്ന താടിയിൽ പതിയെ തലോടിക്കൊണ്ട് മുന്നിലേക്ക് നടന്നു. വാട്ട് എ ഹാൻസം ഗായ്. ഹോ, കെട്ടുവാണെങ്കിൽ ഇങ്ങനെ ഒരെണ്ണത്തിനെ കെട്ടണം. അവരെ കടന്നുപോയ ഒരു പെൺകുട്ടിയുടെ വായിൽ നിന്നും അങ്ങനെ കേട്ടതും നാണത്താൽ അവന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. ആ ചിരിയിൽ അവന്റെ കവിളുകളിലുള്ള നുണക്കുഴി വ്യക്തമായി കാണുന്നുണ്ട്. അയ്യ, മുഖത്ത് നാണം വാരി വിതറുന്നുണ്ടല്ലോ. അവിടെയുള്ള പെൺകുട്ടികളുടെ ദേവിന്റെ നേരെയുള്ള നേട്ടം ചോരുവിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവൾ അവനോട് ചേർന്ന് നിന്ന് അവന്റെ കൈകൾക്കിടയിലൂടെ കൈയിട്ടു. ഏയ്, നീ എന്താ ചെയ്യുന്നേ? കൈയെടുക്കടി. ഇല്ല, എടുക്കില്ല. അങ്ങനെ ഇപ്പോ എന്റെ കൂടെ വന്നിട്ട് നിങ്ങൾ ആരും വായി നോക്കണ്ട. കുറച്ചു കാലത്തേക്കാണെങ്കിലും നിങ്ങൾ എന്റെ ഭർത്താവ് തന്നെയല്ലേ. അവൾ മുഖം കൊട്ടിക്കൊണ്ട് അവന്റെ കൈ വലിച്ച് വേഗത്തിൽ നടന്നു. മേ കമ്മിങ് സർ? യെസ് പ്ലീസ്. അവർ രണ്ടുപേരും അകത്തേക്ക് കയറി. ഓ ഗോഡ്, ആരാ ഇത്? ദേവ് സാറോ? സാർ എന്തിനാ ഇവിടേക്ക് വന്നത്? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേനേലോ. പ്രിൻസിപ്പൾ ഇരിക്കുന്ന കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് അത് പറഞ്ഞതും ചാരുവിന് അത്ഭുതം തോന്നി. അവിടെയുള്ള ഓരോ സ്റ്റുഡൻസിനെയും കേവലം ഒരു നോട്ടം കൊണ്ട് കിടകിട വിറപ്പിക്കുന്ന സാക്ഷാൽ ദന്തഗോപാൽ സാർ തന്നെയാണോ തനിക്ക് മുന്നിൽ നിൽക്കുന്നത് എന്ന് അവൾ ഒരു നിമിഷം സംശയിച്ചു. ഇവൾക്കൊരേ നിർബന്ധം, ഞാൻ നിങ്ങളെ ഇവിടെ വന്ന് തന്നെ കാണണമെന്ന്. ഇത് BSc സെക്കൻഡ് ഇയറിലെ സാരംഗി കൃഷ്ണയല്ലേ? ഈ കുട്ടി സാറിന്റെ ആരാ? തുടരും.